إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد. صدق الله العلي العظيم. ഏറ്റവും പ്രിയ നിറഞ്ഞ വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാന തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പടച്ച റബ്ബ് നമ്മെല്ലാവരെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ റബ്ബ് സുബ്ഹാന തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ സൃഷ്ടികളായ നമ്മൾ ഓരോരുത്തരും ഈ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യരെന്നുള്ളത്. മനുഷ്യർ അവര് ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യന്മാരാണ്. പ്രത്യേകിച്ച് കാലത്തിനനുസരിച്ച് പല വലിയ വലിയ ആഗ്രഹങ്ങളും നേട്ടങ്ങളും ഒക്കെ കൊതിക്കുന്നവരാണ് ഓരോ മനുഷ്യരും. അവർ ഈ ആഗ്രഹങ്ങളെ അവരുടെ സാഹചര്യവും ചുറ്റുപാടുമൊക്കെ അതിനേറെ സ്വാധീനിക്കാറുമുണ്ട്. വലിയ വീട് വെക്കണം, വലിയ സമ്പന്നനാവണം, ഇങ്ങനെ തുടങ്ങി കുറെ ആഗ്രഹങ്ങളൊക്കെ മുന്നിൽ വെക്കുന്ന ആളുകളാണ് ഓരോ മനുഷ്യരും. ഇങ്ങനെ നമ്മൾ കുറെ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോകം ഒന്നടങ്കം കോവിഡ് എന്നൊരു മഹാമാരിയിൽ പ്രയാസപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അന്ന് ചിലപ്പോൾ ചില ആളുകളോട് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ ഉത്തരം പറയുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ജീവൻ ഉണ്ടാകണം, അല്ലെങ്കിൽ ഒന്ന് ജീവിക്കണം,
എന്നൊക്കെ ആഗ്രഹം വെച്ചിരുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമുക്കിടയിലുണ്ട്. ഇതുപോലെ തന്നെ മനുഷ്യരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് പരസ്പരം താരതമ്യം ചെയ്യുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന വ്യക്തിക്ക് ഇന്നത് നൽകി, എനിക്ക് അത് നൽകിയിട്ടില്ല, എനിക്ക് വളരെ കുറച്ചാണ് നൽകിയത് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം താരതമ്യം ചെയ്യുന്ന ഒരു പ്രകൃതക്കാരാണ് മനുഷ്യർ എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളിൽ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ നിങ്ങളുടെ മുകളിലുള്ള ആളിലേക്കാണ് നോക്കേണ്ടത്. അതെന്തുകൊണ്ടെന്നാന്ന് വെച്ചാൽ, ഇങ്ങനെ നിങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഉയരാനും നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളൊന്ന് ചിന്തിക്കേണ്ട വലിയൊരു വസ്തുതയാണിത്. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾ വലിയ അനുഗ്രഹീതരാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഇടങ്ങളിലൊക്കെ ആയിട്ട് നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്, ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ അത് ഓർത്ത് നോക്കൂ എന്നെന്ത് ചെയ്യുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥ അനുഗ്രഹം എന്നുള്ളത് നമുക്ക് ലഭിച്ച ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, അതിനെ തിരിച്ചറിയാനുള്ള കഴിവാണ് യഥാർത്ഥ അനുഗ്രഹം എന്നുള്ളത്. അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത്. അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുക, അതൊരു പ്രത്യേക കഴിവാണ്. ആ കഴിവ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, വസ്കുറു നിഅമതല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ എന്ന്. എന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കൂ. അത് നിങ്ങൾ എങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിന് മാത്രം വിധേയപ്പെടുന്ന ആളുകളാണെങ്കിൽ, അള്ളാഹുവിന്റെ വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. റസൂല് പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. എന്തെന്ന് വെച്ചാൽ, അത്വാഇമു ശാകിർ കസ്വാഇമി സ്വാബിർ എന്നുള്ളതാണ്. നന്ദി ബോധത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ക്ഷമാലുവായ നോമ്പുകാരനെ പോലെയാണെന്നാണ് റസൂല് പഠിപ്പിക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നോമ്പാണ്, മറ്റൊന്ന് ഭക്ഷണം കഴിക്കലാണ്. രണ്ടും പരസ്പരം വ്യത്യസ്തങ്ങളായി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ റസൂൽ ഇവിടെ ചേർത്ത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്താലാണ് എനിക്ക് ഈ ഭക്ഷണം ലഭിച്ചതെന്ന ആ ബോധത്തോടു കൂടി നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നോമ്പ് നോൽക്കുന്നതിന്റെ കൂലി കൂടി നമുക്കവിടെ ലഭിക്കുമെന്നുള്ളതാണ്. എങ്ങനെയാണ് ഞാൻ കഴിക്കുന്ന ഈ ഭക്ഷണം എനിക്ക് ലഭിച്ചത്? ആ ഒരു നന്ദി ബോധം, അങ്ങനെ ഒരു നന്ദി ബോധമുള്ള മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്താണ്, അവൻ ക്ഷമാലുവായ നോമ്പുകാരനെ പോലെയാണെന്നാണ് എന്ത് ചെയ്യുന്നത് റസൂൽ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 45-50 രൂപ വരും 1 കിലോ അരിക്ക്. നമുക്ക് വേണമെങ്കിൽ കടയിൽ പോയി ആ 1 കിലോ അരി വാങ്ങി നമുക്ക് വേവിച്ച് കഴിക്കാം. പക്ഷേ ഒരു മണി അരിയുടെ മൂല്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മണി അരിയുടെ മൂല്യം, അഥവാ ആ ഒരു മണി അരി നമ്മുടെ ഭക്ഷണ തളികയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? അഥവാ ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തി, ഒരാൾ ഒരു വയലിൽ മിതക്കുന്നു, അത് ഞാറ് നടുന്നു. മറ്റൊരാൾ ചിലപ്പോ അതിനെ വെള്ളം നനച്ച് അതിനെ വളർത്തുന്നു. പിന്നെ അതിനെ ഞാറ് നട്ടതിനെ പറിച്ച് അതിനെ വ്യത്യസ്ത ഭാഗങ്ങളിലാക്കി പിന്നെ നടുന്നു. പിന്നെ അത് വളർന്ന് നമുക്ക് കൊയ്യാനാകുമ്പോൾ അതിനെ കൊയ്യുന്നു.
ശേഷം നെല്ലും അരിയും വേർതിരിക്കുന്നു. പിന്നെ അതിനെ ചാക്കിലാക്കി മൊത്ത കച്ചവടക്കാരിലേക്ക് വിൽക്കുന്നു. പിന്നെ മൊത്ത കച്ചവടക്കാരിൽ നിന്നും ചെറുകിട കച്ചവടക്കാർ ഏറ്റെടുക്കുന്നു. ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ കടന്ന് അവസാനം നമ്മുടെ അടുക്കളയിൽ അത് എത്തുന്നു, നമ്മളത് വേവിക്കുന്നു, നമ്മൾ ഭക്ഷിക്കുന്നു. നമ്മൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അനേകം മനുഷ്യകരങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ നന്ദി പ്രകടിപ്പിക്കാൻ നിന്നാൽ എത്രത്തോളം ആളുകൾക്ക് നമ്മൾ അവിടെ നന്ദി പ്രകടിപ്പിക്കേണ്ടി വരും. ഈ ഒരു അരിയുടെ പ്രോസസ്സ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അത്രയും വിശാലമായ ഒരു പ്രൊസീജിയർ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് റസൂൽ നമ്മോട് പഠിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അനുഗ്രഹങ്ങളെ, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പറ്റി തിരിച്ചറിയാനുള്ള കഴിവ്, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത്. ഈ അനുഗ്രഹം നമുക്ക് സംവിധാനിച്ചതിന് പിറകിലുള്ള അനേകം വശങ്ങളുണ്ട്. അത് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഈ അനുഗ്രഹങ്ങളുടെ പ്രാധാന്യം, അത് ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് അതിന്റെ വില, ഈ അനുഗ്രഹങ്ങളുടെ വില തിരിച്ചറിയണമെങ്കിൽ നിങ്ങളൊന്ന് ഒരു ദിവസം ഒരു ആശുപത്രി ഒന്ന് സന്ദർശിച്ച് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങളൊരു കിഡ്നി പേഷ്യന്റിന്റെ അടുത്ത് പോയിട്ട്, കിഡ്നി രോഗിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു നോക്കുക. അവർ പറയും, എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് എന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണമെന്നാണ് അവർ പറയുക. എന്റെ പ്രാഥമിക ആവശ്യം എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് നിർവഹിക്കണമെന്ന്. ഇനി അവരോട് വേറെന്താണ് നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് ചോദിച്ചു നോക്കും. അപ്പോൾ അവർ വീണ്ടും പറയും, ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് എനിക്ക് വലിച്ചു കുടിക്കണമെന്നാണ് അവർ പറയുക. അഥവാ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ചിന്തിച്ചു നോക്കും, നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ ഒന്ന് സ്വസ്ഥമായിട്ട് നിർവഹിക്കുക, ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് വലിച്ചു കുടിക്കുക എന്നുള്ളത്. അഥവാ ഇതൊക്കെ അറിയുന്ന നമ്മൾ വീണ്ടും പറയുമെന്ത്, എനിക്ക് എന്താണ് പടച്ചവൻ പ്രത്യേകമായിട്ട് നൽകിയത്, എന്നെ എന്ത് കണ്ടിട്ടാണ് പടച്ചവൻ എന്നെ അനുഗ്രഹിച്ചത്, എന്താണ് പ്രത്യേകം, മറ്റുള്ളവരിൽ നിന്നും പ്രത്യേകമായിട്ട് എന്താണ് നൽകിയത്, ഇത് നമ്മളെപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ഇനി നിങ്ങളൊരു ക്യാൻസർ പേഷ്യന്റിനോട് പോയിട്ട് അവരുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു നോക്കൂ. അവർ പറയും, എനിക്ക് കുറച്ചു കാലം ഒന്ന് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെന്നാണ് അവർ പറയുക. നിങ്ങളൊരു അന്ധനായ ഒരു വ്യക്തിയോട് പോയിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു നോക്കൂ. അവർ പറയും, എനിക്ക് എന്റെ മുഖമൊന്ന് കൺകുളിർമയോടുകൂടി, കണ്ണിറഞ്ഞുകൊണ്ട് എന്റെ ഒരു കണ്ണാടിയിൽ എന്റെ മുഖം കാണാമെന്ന് അവർ പറയും. സ്വന്തം മുഖം കാണണമെന്ന് കണ്ണാടിയിൽ. അവർ പറയുമെന്ത്, എന്റെ ചോരയിൽ പിറന്ന എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കണ്ണിറയായി കാണണമെന്ന് അവർ പറയും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ വസ്തുതകളാണ്. ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി, ഇപ്പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ആളുകളായി നമ്മൾ ഓരോരുത്തരും എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ അവസ്ഥ എവിടെയാണ്? നമ്മൾ എത്രത്തോളം ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകിയ പടച്ച റബ്ബിനെ നമ്മൾ എത്രത്തോളം ശുക്ർ ചെയ്യുന്നുണ്ട്, നമ്മൾ എത്രത്തോളം നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മോട് തന്നെ നിരന്തരം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. ഞാനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത്? കേൾവിയും കാഴ്ചയും ബുദ്ധിശക്തിയും എല്ലാം സംവിധാനിച്ചതും നിങ്ങൾക്ക് കൃത്യപ്പെടുത്തി തന്നതും ഞാനാണ്. എന്നിട്ടും ഖലീലൻ മാ തശ്കുറൂൻ, വളരെ തുച്ഛം ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അതിൽ നന്ദി പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് സംവിധാനിച്ച് തന്നിട്ട് എല്ലാം നമ്മുടെ ഡെയിലി ലൈഫ് വളരെ നീറ്റായിട്ട് പോകുന്ന ഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ടും നമ്മൾ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും, അല്ലാഹു തന്നെ പറയാണ്, തന്റെ അടിമകളെ പറ്റി പറയാണ്, വളരെ തുച്ഛം ആളുകൾ മാത്രമാണ് ശുക്ർ ചെയ്ത് എന്നിലേക്ക് മടങ്ങുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ട വലിയൊരു കാര്യമാണിത്. തിരിച്ചറിവ് എന്നുള്ള കാര്യം, നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അത് പടച്ചവരുമായിട്ട് കൂടുതൽ അടുക്കുമ്പോഴാണ് നമുക്ക് അത് കൃത്യമായിട്ട് നേടിയെടുക്കാൻ സാധിക്കുക. ഓരോ കാര്യങ്ങൾ നമ്മൾ ഇടപെടുമ്പോഴും ഓരോന്നിൽ നമ്മൾ എത്തിച്ചേരുമ്പോഴും ഇതിന്റെ പിന്നിൽ എത്രത്തോളം അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് എനിക്ക് സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടാൻ, അതിനെ വരുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ മഹാനായ ഒരു ഭരണാധികാരിയാണ് ഹാറൂൺ റഷീദ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തോട് ഒരിക്കല്
ഇബ്നു സമ്മാക്ക് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇബ്നു സമ്മാക്ക് ചോദിക്കുകയാണ്, നിങ്ങളൊരു കൊടും മരുഭൂമിയിൽ അകപ്പെട്ടു. ചുറ്റും വിശാലമായിട്ട് പരന്നു കിടക്കുന്ന മരുഭൂമി, കൊടും ചൂട്, താങ്കൾക്ക് കൂട്ടിന് ആരുമില്ല, താങ്കളെ ദാഹിച്ച് വരഞ്ഞ് മരണത്തെ മുഖാമുഖം കണ്ട ഒരവസ്ഥ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരാണ്. ഇങ്ങനെ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ഒപ്പം ആരുമില്ല. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കൊരു വ്യക്തി എന്ത് ചെയ്യാൻ കുറച്ച് വെള്ളം കൊടുന്നു തരികയാണ്. അങ്ങനെ നിങ്ങൾ ആ വെള്ളം കുടിച്ച് ദാഹം അകറ്റി. ആ ഒരു ഘട്ടത്തിൽ ഈ വെള്ളം കൊണ്ടുവന്ന് വന്ന വ്യക്തിക്ക് നിങ്ങൾ എന്താണ് തിരിച്ചു നൽകുക എന്ന് ഹാറൂൺ റഷീദിനോട് ചോദിക്കുന്നുണ്ട്. ഹാറൂൺ റഷീദ് പറയുന്നത്, ഞാൻ എന്റെ സാമ്രാജ്യത്തിന്റെ പകുതി അദ്ദേഹത്തിന് നൽകുമെന്നാണ്. തന്റെ സാമ്രാജ്യത്തിന്റെ പകുതി അദ്ദേഹത്തിന് കൊടുക്കുമെന്നാണ് ഹാറൂൺ റഷീദ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ആരാണ് ഹാറൂൺ റഷീദ്? അതിവിശാലമായ സാമ്രാജ്യത്തിനുടമ. ഒരിക്കല് കാർമേഘങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഹാറൂൺ റഷീദ് ആ കാർമേഘങ്ങളെ ചൂണ്ടി പറയുന്നുണ്ട്, അല്ലയോ മേഘമേ, അല്ലയോ മഴമേഘമേ, നീ എവിടെ പോയിട്ട് മഴ പെയ്യിച്ചാലും അതെന്റെ സാമ്രാജ്യത്തിനുള്ളിലായിരിക്കും എന്നാണ് പറയുന്നത്. അഥവാ അതിന്റെ ഒരു വിശാലതയെ സൂചിപ്പിക്കുകയാണ്. അത് അത്രത്തോളം വിശാലമായ ഒരു സാമ്രാജ്യത്തിനുടമ തന്റെ സാമ്രാജ്യത്തിന്റെ പകുതി ആ വ്യക്തിക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇബ്നു സമ്മാക്ക് ചോദ്യം ആവർത്തിക്കുന്നുണ്ട്, ഇനി താങ്കൾ ആ വെള്ളം കുടിച്ചു, ദാഹം അകറ്റി, താങ്കളുടെ വയറ് നിറഞ്ഞു, താങ്കൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി, പക്ഷേ താങ്കൾക്ക് ആ പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ സാധിക്കുന്നില്ല, അതിപ്രയാസപ്പെടുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്ക് മൂത്രയിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ആലോചിച്ച് നോക്കും. അങ്ങനെ ആ ഘട്ടത്തിൽ താങ്കൾ അത്രയും പ്രയാസപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അതിനുള്ളൊരു മരുന്ന് താങ്കൾക്ക് ഒരു വ്യക്തി കൊടുന്നു തരികയാണ്. ആ വ്യക്തിക്ക് താങ്കൾ എന്താണ് തിരിച്ചു നൽകുക എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഹാറൂൺ റഷീദ് കൊടുക്കുന്ന മറുപടി, ഈ ഞാൻ പറഞ്ഞ എന്റെ സാമ്രാജ്യത്തിന്റെ മറ്റേ പകുതി അദ്ദേഹത്തിന് കൊടുക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഗ്ലാസ് വെള്ളത്തിന്റെയും ഒരു നുരമ്പ് മരുന്നിന്റെയും വിലയാണ് അത്രയും വിശാലമായ സാമ്രാജ്യത്തിന്, തന്റെ ഭൗതിക നേട്ടത്തിന് ഹാറൂൺ റഷീദ് കൊടുത്തത് വില. നമുക്കിങ്ങനെ കൊടുക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? അത്രയും വിശാലമായ ഒരു സാമ്രാജ്യം തന്റെ ഒരു പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ പറ്റാത്ത ഘട്ടത്തിൽ സമർപ്പിക്കുകയാണ്. ഇതെന്താണ്? ഇത് എന്റേതല്ല, എനിക്ക് നൽകിയത് എന്റെ പടച്ച റബ്ബാണെന്നുള്ള ബോധമാണ് അവിടെ ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവർ, അങ്ങനെ നിരന്തരം അള്ളാഹുവുമായിട്ട് അടുക്കാൻ നമുക്ക് സാധിക്കണം. അത്രയും വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇതിന്റെ പിറകിലുള്ള അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് അത്രയും വിശാലമാണെന്നുള്ളതാണ്. റസൂൽ ഒരിക്കല് സ്വഹാബത്തുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നിടയിൽ സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങള് അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കണമെന്ന്. അപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ റസൂലെ, നമ്മുടെ നാടും വീടും എല്ലാം വിട്ടെറിഞ്ഞ് നമ്മൾ സഞ്ചരിക്കുന്ന ആളുകളല്ലേ, ഇന്ന് നമ്മൾ എന്തിനാണ് നമ്മൾ ശുക്ർ ചെയ്യുക? നമ്മുടെ കയ്യിൽ എന്താണുള്ളത് എന്നെന്ത് ചെയ്യുന്നുണ്ട്? റസൂലിനോട് ചോദിക്കുന്നുണ്ട്. ഇതിന് റസൂൽ കൊടുക്കുന്ന മറുപടി, റസൂൽ ചോദിക്കുകയാണ്, ഉമറെ, താങ്കളുടെ വീടിന് സുരക്ഷിതമായൊരു മേൽക്കൂരയില്ലേ? ഉമർ പറയുന്നു, ഉണ്ട്. താങ്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ വെയില് കൊണ്ട് നിങ്ങൾ സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു മരത്തണൽ കണ്ടാൽ നിങ്ങൾ ആ മരത്തണൽ ആസ്വദിക്കലില്ലേ? അപ്പോൾ ഉമർ പറയുന്നു, ഉണ്ട്. ഇനി നിങ്ങൾ ചെരുപ്പ് ധരിക്കാറില്ലേ? ചെരുപ്പ് ധരിച്ചാലേ നിങ്ങൾ സഞ്ചരിക്കാറ്. അതെ, ചെരുപ്പ് ധരിച്ചാണ് ഞാൻ സഞ്ചരിക്കാറ്. ഇനി നിങ്ങൾ പിന്നെ ദാഹിച്ച് പറയുന്ന ഘട്ടത്തിൽ കുറച്ച് ദാഹജലം കിട്ടിയാൽ നിങ്ങൾ അത് കുടിക്കാറില്ലേ? ഉമർ പറയുന്നു, ഉണ്ട്. എങ്കിൽ നിങ്ങൾ ഇപ്പറഞ്ഞ അനുഗ്രഹങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം? പടച്ച റബ്ബിനോട് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മൾ പരലോകത്ത് ചെന്നെത്തുമ്പോൾ നമ്മോട് ചോദിക്കുമത്രേ, നിങ്ങളെ ഞാൻ തണുത്ത വെള്ളം നൽകി നിങ്ങളെ അനുഗ്രഹിച്ചില്ലേ? നിന്നെ ഞാൻ കുടിപ്പിച്ചില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്തുണ്ട്. തത്വജ്ഞാനിയായ ലുക്മാനുൽ ഹക്കീം അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുക്കുന്ന കുറെ അനുഗ്രഹങ്ങളിൽപ്പെട്ടാണ് തന്റെ തത്വജ്ഞാനം എന്നുള്ളത്. ഈ തത്വജ്ഞാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അനിഷ്കുർ ലില്ലാ വമൻ യസ്കുറു ഫഇന്നമാ യസ്കുറു ലിനഫ്സി. എന്താണ് അനിഷ്കുർ ലില്ലാ? അല്ലാഹുവോട് നിങ്ങൾ നന്ദിയുള്ളവനാകൂ, അല്ലാഹുവോട് നിങ്ങൾ നന്ദിയുള്ളവനാകൂ. എന്നിട്ട് എന്താണ് പിന്നെ പറയുന്നത്? വമൻ യസ്കുറു ഫഇന്നമാ യസ്കുറു ലിനഫ്സി. ആർ നന്ദി കാണിക്കുന്നുവോ, അതിന് നന്ദി കാണിച്ചാൽ അത് ആരോടാണ് നന്ദി കാണിക്കുന്നത്? സ്വന്തം നഫ്സിനോട്, തന്നോട് തന്നെയാണ് അവൻ നന്ദി കാണിക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കണം. ഇനി തുടർന്ന് പറയുന്നത് വമൻ കഫറ. ഇനി അതാരെങ്കിലും കളവാക്കിയാൽ, അതിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിച്ചു നിന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നല്ലാഹ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. തീർച്ചയായിട്ടും അല്ലാഹുവിന്
മറ്റൊരാളുടെ സഹായവും ആവശ്യമില്ല, നിങ്ങളുടെ ഒരു നന്ദി വാക്കും അവൻ ആവശ്യമില്ല. അവൻ സുത്തിറഹനാണ്, എല്ലാം തികഞ്ഞവനാണെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു തആല നമുക്ക് അനേകം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പഠിക്കാൻ നിന്നാൽ അത്രയും വിശാലമാണ്. അള്ളാഹുവിന്റെ കലാമ് തന്നെ അത്ര വിശാലമാണെന്ന് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മൾ ഓതാറുണ്ട്. അള്ളാഹുവിന്റെ കലാമിനെ പറ്റിയിട്ട് അത്രയും വിശാലമാണെന്നുള്ളതാണ്. ഈ കലാമ് മാത്രമല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോ നമ്മുടെ ഒരു മനുഷ്യന്റെ തന്റെ ശരീരത്തിന്റെ സൃഷ്ടിപ്പ്, അതിന്റെ ഒരു ഘടന തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി. അത്രയും കൃത്യമായിട്ട്, അത്രത്തോളം കൃത്യതയോട് കൂടിയിട്ടാണ് ഓരോ കാര്യവും പടച്ചറബ് സംവിധാനിച്ചിട്ടുള്ളത്. നമ്മുടെ കാഴ്ച ശക്തിയായാലും, നമ്മുടെ കേൾവി ശക്തിയായാലും, നമ്മുടെ നടക്കാനുള്ള കഴിവായാലും, ഇരിക്കാനുള്ള കഴിവായ എല്ലാം പടച്ചറബ് അത്രത്തോളം കൃത്യപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈ ചലനമില്ലേ, ഇതൊന്ന് നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഇത് ചലിപ്പിക്കുന്നു. ഇത് അനാവശ്യമായ ഘട്ടത്തിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് തീർച്ചയായിട്ടും നമ്മൾ ഒരു രോഗമായിട്ട് അതിനെ നമ്മൾ ചിത്രീകരിക്കും. അഥവാ അത്രത്തോളം കൃത്യമായിട്ടാണ് പടച്ചറബ് ഓരോന്നും സംവിധാനിച്ചിട്ടുള്ളത്. എവിടെ എങ്ങനെ അത് നടക്കണമെന്ന് അള്ളാഹു നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ്. അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പഠിക്കാൻ നിന്നാൽ അത്രത്തോളം വിശാലമാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ അനുഗ്രഹങ്ങളെ നമുക്ക് ഓർത്തെടുക്കാൻ, അതിനെ മനസ്സിലാക്കാൻ, അതിനെ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവോട് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിതം നയിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ നന്ദി ബോധമുള്ള ആളുകളായി മാറാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം. അതിനുള്ള എല്ലാ തൗഫീഖും പടച്ചറബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ നന്ദിയുള്ള, അള്ളാഹുവോട് നന്ദി കാണിക്കുന്ന ആളുകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അതിനെല്ലാ തൗഫീഖും പടച്ചറബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വഅഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله. عباد الله أوصيكم ثانيا بتقوى الله. റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പടച്ച റബ്ബ് നമ്മെല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഖുതുബയിൽ സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറ്റിയിട്ടായിരുന്നു. നമ്മൾ നിരന്തരം ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ ഒരു മനുഷ്യപ്രകൃതം എന്ന നിലയ്ക്ക് നമ്മളെപ്പോഴും നമ്മുടെ കുറവുകളെ പറ്റിയിട്ടാണ് നമ്മൾ ആലോചിക്കാറ്. അള്ളാഹു കുറെ പ്രയാസങ്ങൾ ചിലപ്പോൾ നമുക്ക് നൽകും. അത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണെന്നുള്ള ബോധത്തിലായിരിക്കണം നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ അള്ളാഹ് എന്താണ് നിരന്തരം എന്നെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അള്ളാഹ്ക്ക് എന്നോട് എന്താ ഒരു കരുണയും ഇല്ലാത്തത് എന്ന് നമ്മൾ നെഗറ്റീവായിട്ട് ആലോചിക്കാതെ അത് പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും ഏറ്റെടുക്കാൻ, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ ഒക്കെ നമുക്ക് അതിലൂടെ സാധിക്കണം. അതാണ് നിരന്തരം ഓർമ്മപ്പെടുത്താനുള്ളത്. പടച്ച റബ്ബ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجر الجنة مثواهم. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار وأدخلنا الفردوس يا رب العالمين، وأدخلنا الفردوس يا رب العالمين. اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في غزة، اللهم انصر المسلمين في فلسطين، اللهم انصر المسلمين في الهند، اللهم انصر المسلمين في الهند. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقم الصلاة.